പ്രിയരെ, സംഭവം നടന്ന ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ ആമുഖമായി ചില കാര്യങ്ങൾ വ്യക്തതയ്ക്കായി ഇവിടെ സൂചിപ്പിക്കുകയാണ്. RK ഗ്രൂപ്പ് കമ്പനിയുടെ പ്രൊപ്പറേറ്റർ ശ്രീനിലയം വീട്ടിൽ രത്നാകരക്കുറുപ്പിനും ഭാര്യ പത്മാവതി അമ്മയ്ക്കും ഒരേ ഒരു മകൻ മാത്രമാണുള്ളത്. പേര് ഹേമചന്ദ്രൻ. അദ്ദേഹത്തിനും ഭാര്യ ഇന്ദുവിനും ഒരേ ഒരു മകൾ. പേര് പഞ്ചമി. തൊട്ടയൽവാസിയായ സരോവരം വീട്ടിലെ താലൂക്ക് ഓഫീസർ ഗോപിനാഥനും ഭാര്യ ശാരദാമ്മയ്ക്കും ഒരേ ഒരു മകൻ മാത്രമാണുള്ളത്. മിസ്റ്റർ ആനന്ദ്. ആനന്ദ് പെയിൻസിൻ്റെ കമ്പനിയുടെ പ്രൊപ്പറേറ്റർ കൂടിയായ ആനന്ദിനും ഭാര്യ ജ്യോതിക്കും ഒരേ ഒരു മകൾ മാത്രം. പേര് നന്ദിനി. ഇരുമയ്യാണെങ്കിലും ഒരുമയ്യായി കഴിയുന്നവരാണ് ഈ കുടുംബങ്ങൾ. പഞ്ചമിയും നന്ദിനിയും ഡാൻസർ അരവിന്ദാക്ഷൻ്റെ ശിക്ഷണത്തിൽ ഡാൻസ് പഠിക്കുന്നു. എന്നാൽ ഒരു ഡാൻസ് കോമ്പറ്റീഷനിൽ നന്ദിനിയോട് പഞ്ചമി പരാജയപ്പെടുന്നു. തുടർന്ന് ഒരു കുടുംബം പോലെ കഴിഞ്ഞിരുന്ന ആ കുടുംബങ്ങളിലേക്ക് വിധി ഒരു വില്ലനായി എത്തുമ്പോൾ സംഘർഷാത്മകമായ സന്ദർഭങ്ങളിലൂടെ 1-2 ദിനരാത്രങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സംഭവം നടന്ന ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നു. കാണുക, അനുഗ്രഹിക്കുക. സ്നേഹത്തോടെ ശിവശക്തി പ്രൊഡക്ഷൻസ്. Namah Shivaya. ഓരിയിടം തുടങ്ങി. ഓ, ഇങ്ങനൊരു സാധനം. ഈശ്വരന്മാരെ കാത്തോണേ. കസ്തൂരി, ഒരു മൊന്ത വെള്ളം തരുമോ? ഈ മുഖം സർവീസ് ചെയ്യാനാ. വേണേ കൊണ്ട് ചെന്ന് എടുക്ക്. ഞാനിവിടെ തേങ്ങ ചരണ്ടുവാ. ഓ, അവക്കടെ ഒരു തേങ്ങ. ഇയാക്കടെ ഒരു സർവീസ്. എന്റെ ഈശ്വരന്മാരെ, ഈ സൗന്ദര്യറാണിയെ എനിക്ക് എന്തിനാണാവോ ദാനം നൽകിയത്? അത് തന്നെ എനിക്ക് ഈശ്വരന്മാരോട് ചോദിക്കാനുള്ളത്. ഇങ്ങനെ ഒരു സാധനത്തിനാണല്ലോ എനിക്കും ദാനം തന്നതെന്ന്. എനിക്ക് എന്താടി ഒരു കുഴപ്പം? സൗന്ദര്യമില്ലേ, ആകാര വടിവില്ലേ, ആവശ്യത്തിന് മുടിയില്ലേ? അയ്യോ, മുടിയും പുഴുങ്ങി തിന്നോണ്ട് ഇരുന്നാ മതിയല്ലോ. വീട്ടിലൊരു സാധനവും ഇല്ല. അയൽപക്കത്തൊന്നും പലവ്യഞ്ജനം കടം മേടിച്ച് ഞാൻ മടുത്തു. കസ്തൂരി, നീ വിഷമിക്കണ്ട. ഇന്ന് ഞാൻ എല്ലാം വാങ്ങിക്കൊണ്ടു വരാം.
നീ വാ, നമുക്ക് സങ്കടങ്ങളും പരാധീനങ്ങളും നമുക്ക് പറഞ്ഞോണ്ടിരിക്കാം. പൊയ്ക്കോണം. ഇതുപോലെ കഴിഞ്ഞ 30 കൊല്ലമായി സങ്കടങ്ങളും പറഞ്ഞോണ്ടിരുന്ന ചുമ്മാതോ ഒരു പ്രയോജനവും കാശിന് കൊള്ളാത്ത ഒരു സാധനം വയസ്സാം കാലത്ത് പരാധീനം പറയാൻ വന്നിരിക്കുന്നു. പൊയ്ക്കോണം. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അല്ല, നിങ്ങൾ ഡാൻസ് പഠിപ്പിച്ച 2 പെൺകുഞ്ഞുങ്ങളില്ലായിരുന്നു? അതിലൊരെണ്ണത്തിന് ഇന്നലെ A ഗ്രേഡ് കിട്ടിയെന്ന് പറഞ്ഞ് ജയിച്ചെന്ന് പറഞ്ഞല്ലോ. രാവിലെ അവിടെ ചെന്ന് വല്ല മേടിച്ചോണ്ട് വന്ന് സഹകരിച്ച് ഈ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചോണ്ട് വാ. ചെല്ല്, എളുപ്പം ചെല്ലോ. ഈശ്വരന്മാരെ, ഞാനതങ്ങ് വിട്ടുപോയി. അതെങ്ങനെയാ? രാവിലെ പരാധീനവും പരിഭവം പറഞ്ഞോണ്ടിരിക്കാനല്ലായിരുന്നോ ധൃതി? എളുപ്പം ചെല്ലാൻ നോക്കോ. പോ. ഇപ്പൊ പോയി വാങ്ങിച്ചോണ്ട് വരാട്ടോ. വന്നിട്ട് നമുക്ക് സങ്കടവും പരാധീനവും പറഞ്ഞോണ്ടിരിക്കാട്ടോ. പറയാട്ടോ. ഓ എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു മണോഗണാപ്പൻ! ഈശ്വരന്മാരെ, ദക്ഷിണയും പണവും കിട്ടിയാ മതിയായിരുന്നു. കസ്തൂരിയെ സന്തോഷിപ്പിക്കണ്ടേ? ഈശ്വരന്മാരെ, ആരും എണീറ്റിട്ടില്ലെന്നാ തോന്നുന്നേ. ഈശ്വരന്മാരെ, കുറുപ്പ് സാറിനെ ഒന്ന് സോപ്പിട്ട് നോക്കാം. വല്ല ഞണ്ണാനും കിട്ടും, ചായയും കിട്ടും. എൻ്റെ ഈശ്വരന്മാരെ, കാത്തോണേ. നമോഭാഗം കുറുപ്പ് സാറേ. ആ, അരവിന്ദാക്ഷൻ എന്താ ഇത്ര രാവിലെ? സന്തോഷം കൊണ്ട് ഓടി വന്നാണേ. ആ, സന്തോഷം. അല്ല, അതിപ്പോ പ്രകടിപ്പിക്കാനും വയ്യ, പറഞ്ഞറിയിക്കാനും വയ്യ. ആ അവസ്ഥയിലായി പോയില്ലേ ഞാൻ. അതെന്താ? ഇവിടുത്തെ മോള് ഇന്നലത്തെ ഡാൻസ് കോമ്പറ്റീഷനിൽ നന്ദിനി മോളോട് തോറ്റു പോയില്ലേ? എവിടെയോ എന്തോ ഒരു അസ്വാഭാവികത സംഭവിച്ചിട്ടുണ്ട്. അസ്വാഭാവികത സംഭവിച്ചത് മാഷിന്റെ ഭാഗത്തു നിന്നാണോ അതോ പഞ്ചമിയുടെ ഭാഗത്തു നിന്നാണോ? അല്ല, അതിപ്പോ മാർക്ക് തീരുമാനിക്കുന്നത് ജഡ്ജസ് അല്ലേ? ജഡ്ജസിനെ ഇനി അവര് സ്വാധീനിച്ചിട്ടുണ്ടാകുവോ? എവിടെയോ എന്തോ ഒരസ്വാഭാവികത സംഭവിച്ചിട്ടുണ്ട്. എങ്കിലത് നന്ദിനിയുടെ അച്ഛനായിരിക്കും. മോളെ, അരുത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. മോളെ, നിനക്ക് യോഗമില്ലാതെ പോയതിന് മറ്റുള്ളവർ എന്തിനാ പഴിക്കുന്നത്? മോളെ, ഒരു കുടുംബം പോലെ കഴിയുന്നവരാ നന്ദിനിയുടെ വീടും നമ്മളും ഒക്കെ. അവരാരും നമ്മളെ ദ്രോഹിക്കില്ലെന്നേ, ഉറപ്പാ. അതൊന്നും അല്ല, ആനന്ദിന് കുറച്ച് സ്വാർത്ഥതയൊക്കെ ഉണ്ട്. ആ, വഴിയെ തെളിഞ്ഞോളും. ഞാൻ ഇറങ്ങുക. എനിക്ക് രാവിലെ ഒരു പ്രസ് മീറ്റിംഗ് ഉണ്ട്. അല്ല, ദക്ഷിണയും ഭക്ഷണവും കിട്ടിയില്ല. എടോ, പശുവും ചത്ത് മോരിലെ പുളിയും പോയി. മോളെ പഠിപ്പിച്ച വകയിലെ 10,000 അങ്ങോട്ട് എണ്ണി എണ്ണി തന്നില്ലേ? ഇനി താൻ പഠിപ്പിക്കണ്ട. ഇവിടുന്ന് ഒരു കിണ്ടിയും കിട്ടത്തില്ലെന്ന്. ആ, ഡാൻസ് പഠിപ്പിക്കാമെന്ന് എന്നെ വേണം പറയാൻ. ആ നന്ദിനി കാരണം ഞാൻ തോറ്റുപോയത്. അവളും അവളുടെ അച്ഛനും കൂടെ മനഃപൂർവ്വം എന്നെ തോൽപ്പിച്ചതാ. ഡാൻസ് പഠിപ്പിച്ചപ്പോ പഠിക്കാതെ പോയത് എന്റെ കുഴപ്പമാണോ? ഇവനൊക്കെ പഞ്ഞം കിടന്ന് ചാപത്തേ ഉള്ളൂ. എൻ്റെ ഈശ്വരന്മാരെ, ഞാൻ ഇന്ന് കണി കണ്ടത് എണ്ടി നശിച്ച് നാറാട കല്ല് പിടിക്കണം. അയ്യോ ഈശ്വരന്മാരെ, ഇവളെയായിരുന്നു. ആഹാ, തുറന്നിട്ടുണ്ടല്ലോ. എൻ്റെ ഈശ്വരന്മാരെ, ഇവിടുന്ന് പൂരിയും കറിയും കടുപ്പത്തിൽ ഒരു ചായയും 1500 രൂപയും കിട്ടിയില്ലെങ്കിൽ ഞാനിനി ഈശ്വരന്മാരോട് മിണ്ടൂല, മുഖത്ത് പോലും നോക്കൂല, പ്രാർത്ഥിക്കൂല.
നോക്കിക്കോ. സാറോ? ഗോപി സാറേ. ആഹാ മാഷോ കേറുവാ. നമോവാകം സാറേ. മോളെ നന്ദിനി, നിന്റെ ഡാൻസ് മാഷ് വന്നിരിക്കുന്നു. ഹായ് മോളെ. ഷോ, എന്തായിരുന്നു ഇന്നലത്തെ പെർഫോമൻസ്? എനിക്ക് അങ്ങ് കുളിര് കോരിപ്പോയി. എല്ലാം അരവിന്ദൻ മാഷിന്റെ അനുഗ്രഹവും കലാദേവതയുടെ കടാക്ഷവും. ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി മാഷേ. ആ പഞ്ചമിയില്ലേ, ദുഷ്ട മനസ്സ് ആ കുട്ടിക്ക്. അതാ തോറ്റുപോയത്. അവക്കടെ വല്യപ്പനും കണക്കാ. ചേടാ, കുട്ടി തോറ്റുപോയതിന് എന്റെ ക്രിക്കറ്റ് കുത്തിയിട്ട് എന്താ കാര്യം? നന്നാവൂല്ല. ആ വലിയ തന്നെ കൊച്ചുമോളും ഏറണം കേട്ടോ നിങ്ങളെ. അങ്ങനെ പറയരുത് മാഷേ. പഞ്ചമി അവള് കുട്ടിയല്ലേ. പിടിവാശിയും കുറുമ്പും എല്ലാം ഉണ്ടാകും. ഗുരുസ്ഥാനത്തുള്ള മാഷ് ശിഷ്യരെ ശപിക്കാൻ പാടില്ല. ഒരിക്കലും അങ്ങനെ പറയില്ല മാഷെ. അവളൊരു പാവം കുട്ടിയാ. ഗുരുശാപം ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കും മാഷേ. മാഷ് ഇപ്പൊ തന്നെ ആ ശാപവാക്ക് തിരിച്ചെടുത്ത് ആ കുട്ടിയെ അനുഗ്രഹിക്കണം. എന്റെ ഈശ്വരന്മാരെ, ഞാൻ ഈ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു. ആ കുട്ടി ഇവിടുത്തെ കുട്ടിയേക്കാളും എന്നും എന്നും 100 മടങ്ങിൽ മുൻപന്തിയിലെത്തണേ എന്റെ ഈശ്വരന്മാരെ. മമ്മി, ദേ പഞ്ചമിയുടെ പപ്പയും മമ്മിയൊക്കെ വരുന്നുണ്ട്. ആ, എല്ലാരും ഉണ്ടല്ലോ. ഓ മോളെ നന്ദിനിക്കുട്ടി, മോളിങ്ങ് വന്നേ. അങ്കിളിന് വലിയ സന്തോഷമായി കേട്ടോ. ഭരതനാട്യത്തിന് A ഗ്രേഡ് മോക്ക് കിട്ടിയതിന് അങ്കിളിന് വലിയ സന്തോഷമായി. ഇത് അങ്കിളിന്റെ വക ഒരു ചെറിയ ഗിഫ്റ്റ്. മോള് മിടിക്കുക. മോളെ താങ്ക്സ് പറഞ്ഞു. ആന്റിക്ക് സന്തോഷമായോ? അതെ, മോളെ അപ്രീഷിയേറ്റ് ചെയ്തേ. കൈ കൊടു മോളെ. മോളെ കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ആന്റി. പഞ്ചമി മോൾക്ക് എന്ത് പറ്റി? മോള് ഫെയിൽ ആവേണ്ടല്ലോ. എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം. ഡാൻസ് മാസ്റ്റർ പറയുന്ന പോലെ എവിടെയോ എന്തോ ഒരു അസ്വാഭാവികത സംഭവിച്ച പോലെ. അതെന്തൊരു ഡൗട്ട് പോലെ. എന്തെങ്കിലും വിഷയമുണ്ടോ? മനഃപൂർവ്വം തോൽപ്പിച്ചതാന്നാ അവളുടെ സംശയം. ഇതിനു മുമ്പ് എല്ലാ കോമ്പറ്റീഷനിലും പഞ്ചമിക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇത് എന്ത് പറ്റിയെന്നറിയില്ല. സാരമില്ല മോളെ, തോൽവി വിജയത്തിന്റെ മുന്നോടിയാന്ന് കേട്ടിട്ടില്ലേ? അതെ, മോള് പൂർവാധികം ശക്തിയോടെ എല്ലാവരെയും അതിശയിപ്പിച്ചുകൊണ്ട് മുൻപന്തിയിലെത്തും. നോക്കിക്കോ. അതെ, ആനന്ദേട്ടാ, നമ്മുടെ നന്ദിനി മോൾക്കേ A ഗ്രേഡ് ഒക്കെ കിട്ടിയില്ലേ? അത് പഞ്ചമി മോൾക്ക് എന്തോ അതൃപ്തി ഉള്ളതുപോലെ തോന്നി. ആനന്ദേട്ടൻ അങ്ങനെ തോന്നിയോ? എനിക്കും ഫീൽ ചെയ്തു. കോമ്പറ്റീഷനിൽ ജഡ്ജസിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അവൾ പെർഫോം ചെയ്ത് കാണില്ലായിരിക്കാം. അതിന് നന്ദിനിയോട് പ്രതികാരമോ അതൃപ്തിയോ തോന്നിയിട്ട് എന്ത് കാര്യം? എന്തായാലും ആ കുട്ടിയുടെ സ്വഭാവം വളരെ മാറിയിരിക്കുന്നു. എന്തു നല്ല ഫ്രണ്ട്സ് ആയിരുന്നു അവര്. ആ, കോമ്പറ്റീഷനിൽ തോറ്റുപോയതിൻ്റെ ഫീലായിരിക്കും. 2 ദിവസം കഴിയുമ്പോൾ അത് മാറിക്കോളും. അതെ, ഞാൻ ഇറങ്ങാം. പോയിട്ട് കുറച്ച് കാര്യമുണ്ട്. ഞാൻ പോയി വരാം. ആനന്ദേ. ആ, ഹേമചന്ദ്രൻ എന്താ എവിടെയോ എന്തോ കുഴപ്പം സംഭവിച്ചതുപോലെ സംസാരിക്കുന്നത്? പഞ്ചമിക്കാണെങ്കിൽ മോളോട് എന്തോ ഒരു അസൂയ പോലെ. ഹായ് മോനു. ഓക്കെ, ചെല്ല്. ബാ മോനെ. ഹായ് ആന്റി. ആ, ആന്റി, നന്ദിനി ചേച്ചി എവിടെ?
ഭരതനാട്യത്തിന് എ ഗ്രേഡ് കിട്ടിന്റെ സന്തോഷത്തിലല്ലേ? വലിയ സന്തോഷത്തിലാ. മോളെ നന്ദിനി, നിന്നെ രഞ്ജുമോ വിളിക്കുന്നു. ഹായ് നന്ദിനി ചേച്ചി, കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പഞ്ചമി ചേച്ചിക്ക് എന്താ പറ്റിയേ? അറിയത്തില്ല, അവൾക്കാകെ ദേഷ്യ സങ്കട. ഞാനൊന്ന് പഞ്ചമി ചേച്ചിയെ കണ്ടിട്ട് വരാം. ഓക്കെ. അവളെ ഞാൻ മോളെ, പപ്പയുടെ കാഴ്ചപ്പാടിൽ മോളുടെ പരാജയത്തിനുള്ള കാരണം മോളുടെ കയ്യിലുള്ള മൊബൈലാ. അല്ലെങ്കിൽ നന്ദിനിയുടെ അച്ഛൻ ആരെയൊക്കെയോ സ്വാധീനിച്ചിട്ടുണ്ട്. ഏയ്, ആനന്ദ് അങ്ങനെ ചെയ്യില്ല. അത് എനിക്ക് ഉറപ്പാ. അച്ഛാ, പഠിക്കാൻ പറഞ്ഞ പഠിക്കില്ല, ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ ചെയ്യില്ല, മൊബൈലിലെ ഗെയിമും കളിച്ച് ഒറ്റ ഇരിപ്പാ. ഇവളുടെ കുറ്റം കൊണ്ട് മാത്രം ഇത് സംഭവിച്ചത്. ഇന്ദു, നീ ആവശ്യമില്ലാതെ അവളെ വഴക്കൊന്നും പറയണ്ട. ഒരു മത്സരം ഉണ്ടായാൽ തോൽവിയും ജയവും ഉണ്ടാകും. അടുത്ത മത്സരത്തിൽ വാശിയോടെ ജയിക്കാനുള്ള വഴിയാണ് നോക്കേണ്ടതും പറഞ്ഞു കൊടുക്കേണ്ടതും. അല്ലാതെ കുറ്റപ്പെടുത്തിയല്ല വേണ്ടത്. പഞ്ചമി ചേച്ചി, പഞ്ചമി ചേച്ചിക്ക് എന്താ പറ്റിയേ? പറ പഞ്ചമി ചേച്ചി. എനിക്കൊന്നും പറ്റിയില്ല, നീ പോ. എന്നിത് മാറി. നത്ത് കുത്തിയിരിക്കുന്ന പോലെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? കിട്ടുന്ന മുഴുവൻ കള്ളു ഷാപ്പിലും കണ്ടടുത്ത് നിരങ്ങി നടന്നിട്ട് ഇവിടെ വന്ന് എന്നോട് കാപ്പിതാ ദോശതാ എന്നൊക്കെ പറയാൻ. ഓ, എടോ, തന്റെ അപ്പൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടോ? എനിക്കറിയാമേടി കുഷ്മാണ്ടമേ, നീ ആർക്കാ വെച്ചു വിളമ്പിക്കൊടുക്കുന്നേന്ന്. ഇനി അവനെ ഇവിടെയെങ്ങാനും കണ്ടാൽ ഞാൻ തോറ്റായി അറിഞ്ഞു. വേണ്ടാതിനെ പറയുന്നു. കാണിച്ചു തരാം. തന്നെ ഇന്ന് ഞാൻ കാണിച്ചു തരാടോ. ആഹാ, എണീക്കാനാ പറഞ്ഞ. എന്താടാ കാശ് തരാത്തത്? നിന്നോട് കാശ് വാങ്ങിക്കാൻ ഞങ്ങൾക്ക് അറിയാടാ. കേറ വണ്ടിയിലേക്ക്. ഈ തോമാത്ത മുതലാളിയോട് ഈ വസ്തു പണയപ്പെടുത്തി 1 ലക്ഷം രൂപയും വാങ്ങി 1 കൊല്ലമായിട്ട് നീ മുങ്ങി നടക്കുവല്ലടാ. എടുക്കടാ കാശ്. എടുക്കടാ കാശ്. അയ്യോ എന്റെ പൊന്നു മുതലാളി, ഞാനിതൊന്നും അറിഞ്ഞതല്ല. സത്യമായിട്ട് ഞാനിതൊന്നും അറിഞ്ഞില്ല മുതലാളി. എനിക്കൊരു ശകല സമയം തരാം, ഞാൻ അവളോടൊന്ന് ചോദിക്കട്ടെ. എന്റെ മുതലാളി, എടോ 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 മനുഷ്യ, ഈ 1 ലക്ഷം രൂപ ഈ വസ്തുവിന് കടമെടുത്ത് താനിത് ആർക്ക് കൊടുത്തു? പറയണോ? എടോ പറയാൻ, എടോ പറയാൻ, എടോ പറയാൻ, എടോ പറയണ മനുഷ്യ. ഇല്ലെങ്കിൽ തന്നെ കൊല്ല ഞാനും ചാവും. ഞാനൊരു പുരുഷനാവാൻ ആശുപത്രി ചെലവാക്കി, ആണായതുമില്ല, കാശും പോയി. അയ്യടാ, അയ്യോ, ആണായിരുന്നെ കുറെ കേമായിരുന്നേനെ. ഒവ്വേ, ഈ സാധനം തന്നെയല്ലേ ആണാകുന്നത്. ഹോ, എന്റെ ദൈവമേ. നീ കാശ് കൊണ്ടുവരുന്നത് വരെ നിന്റെ ഭാര്യ എന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കട്ടെ. അപ്പൊ കാശ് നീ തന്നെ കൊണ്ടുവരും. കേറ വണ്ടിയിലേക്ക്. പലിശയും കൂട്ടുപലിശയും പിഴപലിശയും മറ്റു ചിലവുകളും ചേർത്ത് 2,25,000 രൂപ ഇതുകൊണ്ട് തന്നിട്ട് ഇതിന്റെ ആധാരവും നിന്റെ ഭാര്യയുമായി നിനക്ക് പോകാം. പ്രിയമുള്ള ഗുണ്ടകളെ, അയ്യോ പേരറിയില്ല, അതുകൊണ്ടാ ഗുണ്ടകളെന്ന് നാമകരണം ചെയ്തത്. പലിശ മുതലാളിമാരെ, ഇന്നേക്ക് 7-ാം ദിവസം മുതലും പലിശയും പിന്നെ ഏതാണ്ട് പറഞ്ഞതൊക്കെ കൂടി ചേർത്ത് മുതലാളിമാരുടെ കാച്ചോട്ടി കൊണ്ട് വയ്ക്കാം. ഇത് വാക്കാ, മാറ്റം വരുത്തില്ല. സത്യം. ഇന്നേക്ക് 7-ാം ദിവസം നീ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് വരും.
പിന്നെ നിന്റെ പൊടി പോലും കാണത്തില്ല. നിന്നെയും കുടുംബത്തെയും ഇവിടുന്ന് ഇറക്കി വിട്ട് ഞങ്ങളിത് സ്വന്തമാക്കും. ഓർത്തോ, വരണേടാ. അവൻ നമ്മളെ ഇട്ടുകൊണ്ട് പൊട്ടം കളിപ്പിക്കുക. എന്റെ ഈശ്വരന്മാരെ കാത്തോണേ. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? നീ കരയണ്ട കസ്തൂരി. എന്തെങ്കിലും വഴി ഈശ്വരന്മാര് നമുക്ക് കാണിച്ചു തരും. നീ കരയാതെ കാണിച്ചു തരാം. അവൾ ഓ നന്ദിനിയാണിപ്പോ എല്ലാവർക്കും സംസാര വിഷയം. അച്ചച്ചൻ പോലും അവൾക്ക് അവിടെ കൊണ്ടേ ഗിഫ്റ്റ് കൊടുത്തിരിക്കുന്നു. അവള് കാരണം എന്നോടുള്ള ഇഷ്ടം ഇവിടെയും അവരുടെ വീട്ടിലില്ലാതായിരിക്കുന്നു. എന്നെ നാണം കെടുത്തി അവളെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. എന്തിനാ മോളെ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരു മത്സരം ആയാൽ തോൽവിയും ജയവും ഒക്കെ സ്വാഭാവികമല്ലേ? അല്ല, എന്നെ കളിയാക്കാനല്ലേ എല്ലാരും കൂടെ അവിടെ ചെന്ന് അവർക്ക് ഗിഫ്റ്റ് കൊടുത്തത്. എന്നിട്ട് മമ്മി എന്നെ കുറ്റപ്പെടുത്തിയില്ലേ? പഠിക്കില്ല, ഗെയിം കാണുന്നു, പ്രാക്ടീസ് ചെയ്യത്തില്ല, അതുകൊണ്ടാ തോറ്റുപോയത് എന്നൊക്കെ. എനിക്ക് വയ്യ. എനിക്ക് എന്തിനീ രൂപവും ശരീരവും സംസാരവും തന്നു? എല്ലാം നേരെയാകുന്നതിന് വേണ്ടിയല്ലേ ഞാൻ ഈ വീടും സ്ഥലവും തീരെഴുതി പണയം വെച്ചത്? ഇന്നേക്ക് 5 ദിവസം കൂടി കഴിയുമ്പോ ഇവിടുന്ന് ഇറങ്ങി കൊടുക്കണ്ടേ? എന്നെ തല്ലിയാലും എന്റെ കസ്തൂരി പാവമാ. അവൾ എങ്ങോട്ട് പോകും എന്റെ ഈശ്വരന്മാരെ? ഈശ്വരന്മാരെ, നിർത്തറ നമ്മ ഡാൻസ് മാസ്റ്ററാ. നിങ്ങൾ അച്ഛനും അമ്മയും മകനും കൂടി എവിടെ പോയതാണോ? ഷുഗർ ടെസ്റ്റ് ചെയ്യാണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാ. എന്നാ പോയിക്കോട്ടെ. അത് ജഗദമ്മയാന്തോ പോകുന്നത്. ഒന്ന് നിർത്തിക്കാൻ വണ്ടി. എനിക്കൊരു ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കാനുണ്ട്. ജഗദമ്മേ, ആ ചേച്ചി, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബ്ലൗസ് തയ്ക്കാനുണ്ട്. നാളെ തന്നെ വേണം. അതുപോലെ അത്യാവശ്യമാ. അയ്യോ ചേച്ചി, ഞാൻ ടൗൺ വരെ പോകുക. നാളെ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞ് വന്നോളൂ.
രാവിലെ അത്യാവശ്യമായിട്ട് കൊടുക്കാൻ കുറച്ച് ഡ്രസ്സുകളുണ്ട്. അതാ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞേ. ശരി, എങ്കിൽ ഞാൻ നാളെ 3 മണിക്ക് വരാം. അളവ് ബ്ലൗസും കൊണ്ടുവരാം. അതുപോലെ അത്യാവശ്യമാ. ചേച്ചി പറയുമ്പോ എങ്ങനെയാ? തീർച്ചയായിട്ടും തരാം. ശരി എന്നാ. അപ്പോൾ ഇന്നലെ വരെ പഠിച്ച സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ വീണ്ടും നിങ്ങൾ തന്നെ ചെയ്തോളുക. 1 2 3 4 1 2 3 4. മോളെ, ഞാൻ ഈ ജഗദമ്മയുടെ അടുത്ത് പോയി ഈ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ട് വരാം. മോൾ അവിടെ ഗെയിം കളിച്ചോണ്ടിരിക്കുക. അമ്മ പോയിക്കോ, ഞാനിപ്പോ കുളിച്ചിട്ട് ഇപ്പൊ വരാം. പോക്കോ. എല്ലാരും മുമ്പേ ഞാൻ നാണം കെട്ടില്ലേ? എന്നിട്ട് നീ സുഖമായിട്ട് ഗെയിം കളിക്കുന്നു. നിന്നെ ഞാൻ നീ എന്നടി കാണിച്ചത്? എന്തു പറ്റി പഞ്ചമി ചേച്ചി? എന്തു പറ്റി? ഒന്നും പറ്റിയില്ല. പഞ്ചമി ചേച്ചി എന്തു പറ്റിയെന്ന് പറഞ്ഞിട്ട് പോ. പഞ്ചമി ചേച്ചി എന്തു പറ്റിയെന്ന് പറ. എന്തു പറ്റി പറ പഞ്ചമി ചേച്ചി. മോളെ, ഗോപിനാഥനെ പെട്ടെന്ന് വിളിച്ച് അറിയിക്കണം. ഞാൻ കുറച്ചും കൂടെ ഗെയിം കളിക്കാൻ വന്നപ്പോ പഞ്ചമി ചേച്ചി എന്നെ ദേഷ്യപ്പെട്ട് തള്ളിയിട്ടിട്ട് പോയി. ചേച്ചിയുടെ പുറകെ ഞാനും പോയി, പക്ഷെ ചേച്ചി നിന്നില്ല. ഞാനിവിടെ വന്നപ്പോ നന്ദിനി ഗെയിം കളിക്കുമായിരുന്നു. എന്നെ ചതിച്ചു തോപ്പിച്ചവർക്ക് എ ഗ്രേഡ് കിട്ടിയതിൽ എനിക്ക് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. ഞാനവിടെ തള്ളിയിട്ടു.
അത് ശരിയാ. തല ചെറുതായിട്ടൊന്ന് കട്ടിന് തലയ്ക്ക് മുട്ടി. അവള് വീണപ്പോ ഞാൻ പോയി. അപ്പോഴാണ് രഞ്ജുമോൻ എന്നെ കണ്ടത്. എനിക്കൊന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല. ചേട്ടനൊന്ന് വാ, അങ്ങോട്ട് വാ. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അതിനുള്ള ഇടപാടുകൾ ചെയ്യും. അടുത്ത ദിവസം സമയം പോലെ ഞങ്ങൾ ക്വസ്റ്റ്യൻ ജയിലിൽ വരും. അപ്പോൾ നിങ്ങൾ ബന്ധുക്കാരും സ്വന്തക്കാരും അയലോക്കംകാരും എല്ലാവരും കൂടെ ഉണ്ടാവും. സമയം ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് അറിയാം. ഓക്കെ, ശരി സാർ. ചലനമറ്റ് കിടക്കുന്ന കുട്ടിയെ ആദ്യം കണ്ടതാരാണ്? എൻ്റെ ഭാര്യ ജ്യോതിയാണ് സാർ. അപ്പോൾ താങ്കൾ എവിടെയായിരുന്നു? ഞാൻ ഓഫീസിലായിരുന്നു. എപ്പോഴാണ് താങ്കൾ വിവരം അറിയുന്നത്? ഏകദേശം ഉച്ച കഴിഞ്ഞ് ഒരു 3:30 മണിയായി കാണും. ആരാണ് അറിയിച്ചത്? രഞ്ജുവിൻ്റെ അച്ഛൻ ശ്രീകുമാറാണ്. ആരാണ് അയാൾ? ഞാനാണ് സാർ.
ഈ വീട്ടിൽ ഇദ്ദേഹത്തിന്റെ അച്ഛൻ, അമ്മ, ഭാര്യ, അയൽവാസികളായ ഇവരൊക്കെ ഉണ്ടായിട്ടും താങ്കൾ എന്തിനാണ് ആനന്ദിനെ വിളിച്ചറിയിച്ചത്? ആനന്ദിൻ്റെ അച്ഛൻ ജോലി കഴിഞ്ഞ് വന്നിരുന്നില്ല. അമ്മ മാനസികത തെറ്റി വാവിട്ട് കരയുകയായിരുന്നു. കുട്ടിയുടെ അച്ഛന് വിവരം അറിയിക്കണം തോന്നി. അതായിരുന്നു സാർ. അപ്പോൾ അമ്മ എവിടെയായിരുന്നു? അവള് കുളിക്കാൻ കയറി. അമ്മ പറഞ്ഞാട്ടെ. ഞാനൊരു ബ്ലൗസ് തയ്പ്പിക്കാൻ അടുത്തുള്ള തയ്യൽക്കാരി ജഗദമ്മയുടെ വീട്ടിൽ പോയതായിരുന്നു സാർ. ആരായി ജഗദമ്മ? ഞാനാ സാറേ. ആനന്ദിന്റെ അമ്മ നിങ്ങളുടെ വീട്ടിൽ തയ്ക്കാൻ വന്നത് എപ്പോഴാണ്? ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിക്ക്. ഇത്രയും കൃത്യമായി സമയം എങ്ങനെ മനസ്സിലായി? തലേദിവസം തമ്മിൽ കണ്ടപ്പോ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വന്നാ മതി, അളവ് ബ്ലൗസും തയ്ക്കാനുള്ള തുണിയും കൊണ്ട് വന്നാ മതിയെന്ന് ഞാൻ പറഞ്ഞു. രാവിലെയൊക്കെ സമയമുണ്ടായിട്ടും ഉച്ച കഴിഞ്ഞ് 3 മണി പറയാൻ എന്താ കാരണം? കുറച്ച് തയ്ക്കാനുണ്ടായിരുന്നു. അത് ഉച്ചയോടുകൂടെ തീർത്തു കൊടുത്ത് കൂലി വാങ്ങിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അതാ. പിന്നെ ഊണ് കഴിഞ്ഞ് അല്പം വിശ്രമിക്കുമ്പോഴേക്കും ഏകദേശം 3 മണിയാകുമായിരുന്നു. അതാണ് സാർ. ആനന്ദിന്റെ അച്ഛനാണല്ലേ? അതെ സർ. എന്ത് ചെയ്യുന്നു? താലൂക്ക് ഓഫീസറാണ്. ഈ സംഭവം നടക്കുന്നത് 3 മണിക്കും 3:30 മണിക്കും ഇടയിലാണ്. താങ്കൾ എപ്പോഴാണ് ഇവിടെ വന്നത്? എത്ര മണിയായി കാണും? ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല. എങ്കിലും ഒരു 4 മണിക്ക് മുമ്പ് ഞാൻ വന്നു. ആര് പറഞ്ഞാണ് അറിഞ്ഞത്? എൻ്റെ സുഹൃത്തും അയൽ സുഹൃത്തുമായ രത്നാകരക്കുറുപ്പ് വിളിച്ചു പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പോന്നു. താങ്കൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആരെയും സംശയിക്കാനും കഴിയുന്നില്ല. ഓക്കെ, എല്ലാരും പോയിരുന്നു. ഈ രത്നാകരക്കുറിപ്പാരാണ്? അച്ഛൻ വീട്ടിൽ തളർന്ന അവശനിലയിൽ കിടക്കുകയാണ്. ഈ സംഭവം കണ്ടതിന് ശേഷം മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ്. ഇപ്പോൾ അച്ഛനും അമ്മയും ട്രീറ്റ്മെന്റിലാണ്. എന്താ പേര്? ഹേമേന്ദ്രൻ. എന്ത് ചെയ്യുന്നു? അച്ഛനും ഞാനും കൂടെ കൺസ്ട്രക്ഷൻ കമ്പനി നടത്തുന്നു. സംഭവം നടന്ന ദിവസം അച്ഛൻ കൺസ്ട്രക്ഷൻ കമ്പനി പോയില്ലേ? പോയിരുന്നു. ഉച്ച കഴിഞ്ഞ് സാധാരണ പോകാറില്ല. ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്ട്രെയിൻ ചെയ്യാറില്ല. ആനന്ദിന്റെ അച്ഛനെ വിളിച്ച് ഈ സംഭവം അറിയിച്ചത് താങ്കളുടെ അച്ഛനാണ്? അറിയില്ല സാർ. ഈ സംഭവം നടക്കുമ്പോൾ താങ്കൾ എവിടെയായിരുന്നു? ഒരു വർക്ക് സൈറ്റിൽ എസ്റ്റിമേറ്റ് എടുക്കായിരുന്നു. അപ്പോഴാണ് കോൾ വന്നത്. ഈ കോൾ വരുമ്പോൾ ഏകദേശം എത്ര മണിയായി കാണും? ഉച്ച കഴിഞ്ഞ് ഒരു 3:30 അടുത്താണ്. ആരാണ് വിളിച്ചത്? എൻ്റെ ഭാര്യ ഇന്ദു. ആരായി ഈ ഇന്ദു? ഞാനാണ് സർ. ഇന്ദു എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാണ്. ഈ സംഭവം എങ്ങനെയാണ് അറിഞ്ഞത്? കൂട്ട നിലവിളി കേട്ടാണ് അച്ഛനും ഞാനും അമ്മയും മോളും കൂടി ഓടി വന്നത്. ഈ ഹേമചന്ദ്രനും ആനന്ദും ആ ദിവസം ആ സന്ദർഭത്തിൽ എന്തിനാണ് ഈ വീട്ടിൽ കിടന്ന് വഴക്കുണ്ടാക്കിയത്? എൻ്റെ മകളാണ് പഞ്ചമി. നന്ദിനിയും പഞ്ചമിയും രഞ്ജുമോനും ഒക്കെ ഒന്നിച്ചാണ് ഡാൻസ് പഠിക്കുന്നത്. അവർ തമ്മിൽ ഇടയ്ക്കൊക്കെ വഴക്കുണ്ടാവാറുണ്ട്. അങ്ങനെ അന്നേ ദിവസം അവർ തമ്മിൽ വഴക്കുണ്ടായി. പഞ്ചമി കാരണമാണ് നന്ദിനിക്ക് മരണം സംഭവിച്ചതെന്നാണ് ആനന്ദും എല്ലാവരും കരുതുന്നത്. അതിന്റെ പേരിലാണ് അടിയും പിടിയുമൊക്കെ നടന്നത്. അവർ തമ്മിൽ അന്നേ ദിവസം എപ്പോഴാണ് വഴക്കുണ്ടായത്? അത് എനിക്കറിയില്ല സർ. പഞ്ചമിയും നന്ദിനിയും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് ആരാണ് കണ്ടത്? രഞ്ജുമോനാണ് സർ. ഈ രഞ്ജുമോൻ ആരാണ്? വാമൻ. ഇയാളുടെ മോനാണോ? അതെ സാർ. മോർണിംഗ് വരൂ. പേടിക്കൊന്നും വേണ്ട. മോൻ എന്താ കണ്ടതെന്ന് ഈ പോലീസ് അങ്കിളിനോട് പറയണം. പഞ്ചമിയും നന്ദിനിയും കൂടെ വഴക്കുണ്ടാക്കുന്നത് മോൻ കണ്ടോ? വഴക്കുണ്ടാക്കുന്നത് ഞാൻ കണ്ടില്ല. പിന്നെ
ഞാനും നന്ദിനി ചേച്ചിയും മൊബൈലിൽ ഗെയിം കളിക്കാറുണ്ടായിരുന്നു. നന്ദിനി ചേച്ചി മരിച്ചന്ന് ഞാൻ ഉച്ച കഴിഞ്ഞപ്പോ ഇടയ്ക്ക് ഡാൻസ് ക്ലാസ് ഇല്ലാത്ത ദിവസത്തെ പോലെ ഗെയിം കളിക്കാൻ ഞാൻ വന്നു. ഗേറ്റിങ്ങിലെത്തിയപ്പോ പഞ്ചമി ചേച്ചി ഗേറ്റ് കിടന്ന് പോകാൻ വന്നു. പഞ്ചമി ചേച്ചിക്ക് എന്തോ പറ്റിയെന്ന് കരുതി എന്തു പറ്റിയെന്ന് ഞാൻ ചോദിച്ചു. ഒന്നുമില്ലെന്ന് പറഞ്ഞ് എന്നെ തള്ളി മാറ്റി. എന്നോട് ഭയങ്കര ദേഷ്യത്തില് സ്പീഡിൽ വീട്ടിൽ പോകാതെ നേരെ മെയിൻ റോഡിലോട്ട് പോയി. പുറകെ ഞാനും പോയി. കുറെ ചെന്നപ്പോ ഞാനും തിരിച്ച് വീട്ടിലോട്ട് പോയി. പിന്നെ മോൻ ഗെയിം കളിക്കാൻ തിരികെ എന്താ വരാതിരുന്നേ? പറഞ്ഞ മോനെ. വീട്ടിൽ വന്ന് ഞാൻ പപ്പയോടും അമ്മയോടും പറഞ്ഞപ്പോ അവര് തമ്മിൽ വഴക്കുണ്ടാക്കിയതാവൂന്ന് പറഞ്ഞു. മോനിരുന്ന് പഠിച്ചോ, ഇന്നിനി അങ്ങോട്ട് പോകണ്ടെന്ന് മമ്മി പറഞ്ഞു. പഞ്ചമി എവിടെ? മോളെ, എന്താ സംഭവിച്ചെന്ന് ഈ അങ്കിളിനോട് പറ. മോളെ ഒന്നും ചെയ്യില്ല, മോൾ അങ്ങനെ ചെയ്യില്ല എന്ന് ഈ അങ്കിളിനറിയാം. എന്നാലും എന്താ സംഭവിച്ചെന്ന് അറിയണ്ടേ? മോള് പറ. പറഞ്ഞോ മോളെ. ഞാൻ അന്നിവിടെ വരുമ്പോ പഞ്ചമി ഗെയിം കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ ഈ ഡാൻസ് മാസ്റ്റർ ആരാ? നമോഭാഗം സാറേ. അങ്ങോട്ട് മാറി നിൽക്കടാ. ഉത്തരവസ്യ. തന്റെ വേഷം കെട്ടൊന്നും എന്റെ അടുത്ത് വേണ്ട. ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ ഉത്തരം തരണം. കേട്ടോടാ. ഉത്തരവസ്യ. എത്ര വർഷമാണ് ഈ കുട്ടികളെ നീ ഡാൻസ് പഠിപ്പിക്കുന്നു? പഞ്ചമി മോളെ നന്ദിനി മോളെ 3 വർഷമാണ്. രഞ്ജൂട്ടനെ 1 വർഷം. കുട്ടികൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നോ? ഇല്ല സാറേ, എല്ലാരും തമ്മിൽ നല്ല പൊരുത്തത്തിലാ. താൻ മദ്യപിക്കാറുണ്ടോ? പറയടാ. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നക്കും. ചോദിക്കുന്നതിന് മറുപടി പറയടാ. ഉത്തരവസ്യ. തനിക്ക് മക്കളുണ്ടോടാ? ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കില്ല. അയ്യോ, നീ എന്നടാ എന്നോട് തമാശ പറഞ്ഞു കളിക്കുക? മാറ്റി എടുത്തു ഈ വൃത്തിയായിട്ടവരെ. ഈ സംഭവം നടന്ന ദിവസം, അതായത് മിനിങ്ങാന്ന്, ആരാ ഇവിടെ വന്നത്? എന്തിനാണ് വന്നത്? എന്തായിരുന്നു ഉദ്ദേശം? ഈശ്വരന്മാരെ, ഞാനൊരു പാവമാ. നിനക്കറിയാം അരവിന്ദാക്ഷ, പറയുന്നതാണ് നിനക്ക് നല്ലത്. സാറേ, എനിക്കറിയില്ല. നിനക്കറിയത്തില്ല പിന്നെ എന്തിനാണ് 2 ദിവസം ഡാൻസ് ക്ലാസ് വേണ്ടത് വെച്ചത്? നിന്നെ ഞാൻ കൈവിലങ്ങൾ വെച്ച് നടുറോഡിലൂടെ നടത്തും. പറയടാ. വല്ലാത്തൊരു ദേഹാസ്വാസ്യം, വല്ലാത്തൊരു അസ്ഥിത പോലെ തോന്നി. അതാ സാറേ. എന്റെ ഈശ്വരന്മാരെ, എനിക്കൊന്നും അറിയില്ല സാറേ. അയ്യോ, അയ്യോ, ഇനി എന്നെ ഉപദ്രവിക്കില്ല സാറേ. എനിക്കതിനുള്ള ശക്തിയില്ല സാറേ. ഞാനൊരു പുരുഷനാകാനുള്ള ആഗ്രഹത്തിന് 1 ലക്ഷം രൂപ കടമെടുത്തു. ആ 1 ലക്ഷം രൂപ കടം കയറി മുടിഞ്ഞു.
അരവിന്ദാക്ഷൻ ചേട്ടാ, ചേട്ടൻ വിഷമിക്കണ്ട. ചേട്ടൻ്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെ മുന്നിൽ ഈ സ്ത്രൈണത മാറ്റി എന്നെപ്പോലെ ഒരാണായിട്ട് അഭിമാനത്തോടെ നടക്കാം. അതെങ്ങനെയാ? അതെ, എനിക്കറിയാവുന്നൊരു ഡോക്ടറുണ്ട്. അങ്ങേര് പലരുടെയും സ്ത്രൈണത ഒരൊറ്റ ഓപ്പറേഷനിലൂടെ ശരിയാക്കി പുരുഷന്മാരാക്കിയിട്ടുണ്ട്. 1,00,000 രൂപയാണ് ഫീസ്. ഈശ്വരന്മാരെ, 1,00,000 രൂപയോ? ഞാൻ എവിടെ നിന്നുണ്ടാക്കും? അതിനല്ലേ വഴിയുള്ളത്. വസ്തു ചേട്ടന്റെ പേരിലല്ലേ? അത് നമുക്ക് തോമാച്ച മുതലാളിക്ക് പലിശയ്ക്ക് ഈട് കൊടുത്താൽ പലിശയ്ക്ക് 1,00,000 രൂപ കിട്ടും. അങ്ങനെ 1,00,000 രൂപ കൊടുത്താൽ ഓപ്പറേഷൻ ചെയ്ത് ഞാനൊരു പുരുഷനാകുമോ? പിന്നെ തീർച്ചയായും. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു പുരുഷനായാ മതി. കസ്തൂരി മുതൽ എല്ലാരും അതിശയിക്കണം. എന്നാ പോയി ചേട്ടൻ ആധാരമായിട്ട് നാളെ വാ. നമുക്ക് തോമാച്ച മുതലാളിയും അവറാച്ച മുതലാളിയും കണ്ട് പണം വാങ്ങാം. എന്റെ ഈശ്വരന്മാരെ, എനിക്ക് സന്തോഷമായി. ഞാൻ ഇന്ന് തന്നെ തോമാച്ച മുതലാളെ കണ്ട് സംസാരിച്ചു വെക്കാം. ഷോ, ഈ ഗോപാലകൃഷ്ണൻ എന്നോടിത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ലക്ഷണമൊത്ത ഒരു പുരുഷനായി പണ്ടേ ഇതിലൂടെ നടന്നേനെ. ആധാരവുമായി ഞാൻ വരും. എന്നാ നമുക്ക് പോകാം. അപ്പോഴേ എല്ലാം പറഞ്ഞതുപോലെ അയാളത് തിരിച്ചെടുക്കാൻ പോണില്ലെന്നേ. 1,00,000 രൂപയ്ക്ക് 15 സെന്റ് സ്ഥലവും നിങ്ങൾക്ക് സ്വന്തമായില്ലേ? ശരി, എല്ലാം ശരിയായിക്കൊണ്ട് നാളെ വാ. അപ്പൊ ഇതിന്റെ കമ്മീഷൻ? ഓ, എനിക്കൊന്നും വേണ്ടെന്നേ. ഓ, ഉണ്ട്. ഇപ്പൊ സന്തോഷായില്ലേ? ഇത്രയും പെട്ടെന്ന് കാശ് തരുമെന്ന് കരുതിയില്ല. ഗോപാലകൃഷ്ണൻ ചെയ്തു തരുന്ന ഈ ഉപകാരം ഞാൻ ചരിഞ്ഞാലും മറക്കില്ല. അത് മതി, അത് മതി. എന്റെ ഈശ്വരന്മാരെ, ഞാൻ പുരുഷനാകുമല്ലോ അല്ലേ? ഓക്കെ ആകുമല്ലോ അല്ലേ? തീർച്ചയായും. എങ്ങോട്ടാ? എങ്ങോട്ടാ? അയ്യോ അയ്യോ അയ്യോ, എന്റെ കാശ്! 1,00,000 രൂപ! എന്ത് ചെയ്യൂ? അങ്ങനെ 1,00,000 രൂപയും പോയി. എൻ്റെ പുരുഷത്വം ഉണ്ടാക്കാനും പറ്റിയില്ല. അവസാനം ആ മുതലാളിമാർ കയറി ഇറങ്ങി മടുത്ത് എന്നെ ഇഞ്ച പരുവാക്കി. പലിശ മുതലാളിമാരെ, ഇന്നേക്ക് 7-ാം ദിവസം മുതലും പലിശയും പിന്നെ ഏതാണ്ട് പറഞ്ഞതൊക്കെ കൂടി ചേർത്ത് മുതലാളിമാരുടെ കാച്ചോട്ടി കൊണ്ട് വയ്ക്കാം. ഇത് വാക്ക, മാറ്റം വരുത്തില്ല. സത്യം. അപ്പോ അങ്ങനെയാണ് കാര്യങ്ങള്. അതെ സാറേ. അവരുടെ ഫോൺ നമ്പർ അറിയാവോ എനിക്ക്? അറിയാം സാറേ. ഈ നമ്പറിൽ വിളിച്ച് രണ്ടുപേരോടും ഇവിടെ വരാൻ പറഞ്ഞു. സാർ, സീരിയസ് ആയ ഒരു കാര്യം അറിയാനാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ സാർ. ഹലോ, ഇത് ഫിനാൻസ് കമ്പനി ഓണറല്ലേ? എസ് ഐ അദ്ദേഹം പറഞ്ഞിട്ട് വിളിക്കുന്നതാണ്. നിങ്ങൾ രണ്ടുപേരും ഉടനെ ഇവിടെ വരണം. ആനന്ദ് പെയിൻസിന്റെ ഓണറുടെ വീട്ടിൽ. ഓ അറിയാം. ഉടനെ എത്തണം. ശരി. ഇയാളുടെ വീട്ടിൽ ചെന്ന് ഇയാളുടെ ആധാരത്തിന്റെ പകർപ്പും ഭാര്യയും അച്ഛനെ അമ്മയും കൂട്ടി ഉടനെ ഇവിടെ വരണം. യെസ് സർ. അപ്പോൾ ആ പണം ഉണ്ടാക്കാൻ നീ ഇവിടെ എന്താ ചെയ്തത്? പറയടാ. ഞാൻ പറയാം. അന്ന് മുതലാളിമാരും ഗുണ്ടകളും വന്നു പോയതിനു ശേഷം ഞാൻ ഡാൻസ് ക്ലാസ്സിലേക്ക് പോകും വഴി
ജഗദമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബ്ലൗസ് തയ്ക്കാനുണ്ട്. അയ്യോ ചേച്ചി, ഞാൻ ടൗൺ വരെ പോകുക. നാളെ ഉച്ച കഴിഞ്ഞ് ഒരു 3 മണി കഴിഞ്ഞ് വന്നോളൂ. അതാ ഉച്ച കഴിഞ്ഞെന്ന് പറഞ്ഞേ. ശരി, എങ്കിൽ ഞാൻ നാളെ 3 മണിക്ക് വരാം. അളവ് ബ്ലൗസും കൊണ്ടുവരാം. അതുപോലെ അത്യാവശ്യമാണ്. ചേച്ചി പറയുമ്പോ എങ്ങനെയാ? തീർച്ചയായിട്ടും തരാം. ശരി എന്നാ. അപ്പോൾ ഇന്നലെ വരെ പഠിച്ച സ്റ്റെപ്പുകൾ തന്നെ നിങ്ങൾ വീണ്ടും നിങ്ങൾ തന്നെ ചെയ്തോളുക. 1 2 3 4 1 2 3 4. എന്റെ ഈശ്വരന്മാരെ, ഇന്നിനി ക്ലാസ് ഇല്ല. 2 ദിവസത്തേക്കില്ല. പൊയ്ക്കോ പൊയ്ക്കോ പൊയ്ക്കോ. അയ്യോ മമ്മി, അയ്യോ അറിയില്ലല്ലോ. എന്തേലും ആവട്ടെ, അതൊക്കെ ഈ ആധാരത്തിന്റെ ഒറിജിനൽ നിങ്ങൾ 1 ലക്ഷം രൂപയ്ക്ക് തീരാധാരം എഴുതി ഈ പാവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടോ? ഉണ്ട് സാർ. അത് കൊടുത്ത പണം പലിശ സഹിതം കൃത്യമായി മടക്കി തരുന്നതിന് ഉത്തരവാദിത്തം ഉണ്ടാവാൻ വേണ്ടിയാണ് തീരാധാരം എഴുതുന്നത്. അതിന് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ലൈസൻസ് ഉണ്ടോ? രജിസ്ട്രേഷൻ ഉണ്ടോന്ന് ചോദിച്ചേ? ഇതുവരെ ഇല്ല. ഉടനെ എടുക്കാം സാർ. നിയമം ലംഘിച്ച്
സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ഇതുപോലെ പറ്റിച്ച് ലക്ഷങ്ങളുടെയും കോടികളുടെയും വസ്തുവകകൾ കൈക്കലാക്കുന്ന നിങ്ങളെപ്പോലെയുള്ളവരും നമ്മുടെ ഈ നാട്ടിലുണ്ട്. എന്നാൽ വളരെ മാന്യമായ രീതിയിൽ നിയമാനുസൃതമായി ബ്ലേഡ് കമ്പനികൾ നടത്തുന്നവരും നമ്മുടെ ഈ നാട്ടിലുണ്ട്. നിങ്ങളെപ്പോലെയുള്ളവരാണ് ഈ നാടിന്റെ ശാപം. ഈ ഡാൻസ് പഠിപ്പിച്ച് ഉപജീവനം കഴിയുന്നവൻ നിങ്ങളുടെ വലയിൽ കുടുങ്ങിയാണ് ഈ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയതും ഒരു കുട്ടിയുടെ മരണത്തിനിടയാക്കിയതും. ഓപ്പറേഷൻ കുബേര 420 IPC മണി ലെൻഡിംഗ് ആക്ട് പ്രകാരം നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കുകയാണ്. ഇനി ഇതുപോലുള്ള പാവങ്ങൾ ഒരിക്കലും വഴിയാധാരമാകരുത്. അറസ്റ്റ് ദം. ഇവനെ വില വെക്കും. ചെല്ലടാ. Come on. അയ്യോ അയ്യോ എന്റെ പൊന്നു മനുഷ്യന് നിങ്ങൾ എങ്ങനെ ഇത് ചെയ്തു? മനുഷ്യ നിങ്ങൾക്കതിന് കഴിയുമോ? ഇയാൾ സമ്മതിച്ചു കഴിഞ്ഞു, തെളിവുകൾ സഹിതം. പിന്നെ നമ്മൾ കാണുന്ന വിശ്വസിക്കുന്ന എല്ലാവരും നല്ലവരാണെന്ന് കരുതരുത്. അതിനുള്ള തെളിവാണ് ഇയാൾ. നീ എന്റെ മകളെ നിന്നെ തൂക്കിക്കൊല്ലണം. നിന്നെ തൂക്കിക്കൊന്നാലും ഞങ്ങൾ മതി. എന്നാലും നീ നീ അവിടെ നിൽക്കണം. എന്നെ കേട്ടോ? ജ്യോതി ഗോപിനാഥ ജ്യോതി